ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരു കോട്ടയം സ്റ്റൈൽ മുളകിട്ട് വെറ്റിച്ച മീൻകറിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കിലോ മീനാണ്. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കുക. അതിനുശേഷം ഒരു ചീനച്ചട്ടി എടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം കടുക് നന്നായി പൊട്ടിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. അതിനുശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ നന്നായി പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് നമുക്കൊരു ബ്രൗണിഷ് കളറാകണം. അപ്പോൾ ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 3 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. ഈ പച്ച സ്മെല്ലൊക്കെ ഒന്ന് കിട്ടണം നമുക്ക്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ മുളക് നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ മീനിലേക്ക് ഇതിട്ട് കൊടുക്കാം മസാല. ഇതേപോലെ ഫുൾ മസാല ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഈ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ മസാലയൊക്കെ ആ മീനിനകത്ത് പറ്റത്തക്ക രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മീനൊന്ന് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ നമുക്ക് വേകുന്ന സമയത്ത് കുറച്ച് വെള്ളം ആവശ്യമുണ്ടാവും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഫസ്റ്റ് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ വെള്ളം ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ കീറി വെച്ചിരിക്കുന്ന കുടംപുളി ഇട്ട് കൊടുക്കുക. ഞാനൊരു 3 കുടംപുളിയാണ് എടുത്തേക്കുന്നത്. അത് കീറിയിട്ട് ഇട്ട് കൊടുത്തേക്കുവാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതേപോലെ ഒന്ന് വെക്കുക. മീൻ ഒരിക്കലും ഇളക്കുന്ന സമയത്ത് പൊടിയരുത്. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ദാ മീൻ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിനകത്തേക്ക് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.